കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. ലച്ചു ഉപ്പ വിളിച്ചു. എന്റെ കുട്ടി വിളിച്ചോ? അതേ മുത്തശ്ശി, ഞാനും ലച്ചുനോട് സംസാരിച്ച്. എവിടെയാ എന്റെ കുട്ടി ഉള്ളത്? എന്താ കുഞ്ഞോട്ട് അവള് പറഞ്ഞത്? അവള് നാളെ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സത്യാണോ നീ പറയണത്? ഞാൻ സ്വപ്നം കാണുകയാണോ? കുഞ്ഞോട്ട്, ലച്ചുമോള് വരുവോടാ? വരും മുത്തശ്ശി, നാളെ നമുക്ക് ലച്ചുനെ കാണാം. ചേട്ടനും ലച്ചു കാലാ വരാൻ പോകുന്നത്. മുത്തശ്ശിയുടെ അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവള് നാളെ വരുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു. എന്റെ കുട്ടിക്ക് ഒരാപത്തും വന്നിട്ടില്ല. ദേവി അവളുടെ കൂടെയുണ്ട്. അവള് വന്നൊന്ന് കണ്ടാ മതി എനിക്ക്. നാളെ ഇവിടുന്ന് എല്ലാരും മാളിക വീട്ടിലെ കല്യാണത്തിന് പോകും. ലച്ചു വരുമ്പോ ആരും ഉണ്ടാവില്ല. ഞാനത് അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദേവി, എന്റെ അമ്മ കാത്തു. ഇവളീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാവോടാ? അവനും അവളും ഒന്നിച്ചു വരുമോന്ന് കേട്ടതായി എനിക്കൊരു സംശയം. നന്ദൂട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ അർജുനേട്ടനോട് പറഞ്ഞു. അല്ലാതെ ഞാൻ ഗണിച്ചുണ്ടാക്കിയതൊന്നും അല്ല. അളിയൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലച്ചു ആ പയ്യന്റെ കൂടെ ഇല്ലെന്ന്. എന്താ വാസ്തവെന്ന് ആർക്കറിയാം? അവന്റെ കൂടെയാണ് അവളിവിടെ വരുന്നതെങ്കിൽ നമുക്കതൊരു വെല്ലുവിളിയാണ്. ആ തള്ളയുടെ കണ്ണടയാൻ നരേന്ദ്രനോട് സമ്മതിക്കേയില്ല. ആ പയ്യനോട് തള്ള പറയില്ലേ ഈ കണ്ട സ്വത്തിനെല്ലാം അവകാശം ലച്ചുവാണെന്ന്? അളിയനോട് ഈ കാര്യം പറയണോ വേണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നരേന്ദ്രൻ ചേട്ടനോട് പറഞ്ഞ ലച്ചുനെ മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടിട്ട് താലി കെട്ടും. അവളെ കെട്ടിയവും കൂടെ ഉണ്ടെങ്കിൽ അവൻ കണ്ടോണ്ട് നിൽക്കുവോ? വിവരം പറഞ്ഞ നാട്ടുകാർ മുഴുവൻ ഈ വീടിന്റെ മുറ്റത്തേക്ക് എരച്ചു വരും. അവളുടെ കല്യാണം പോലെ നാട്ടുകാരങ്ങ് ആഘോഷിക്കും. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. നരേന്ദ്രന് വേണ്ടത് ലച്ചുനെ, എനിക്ക് വേണ്ടത് ഈ കാലം അത്രയും വെച്ചനുഭവിച്ച ഈ വീടും സ്വത്തുക്കളുവാ. നരേന്ദ്രന്റെ ഇപ്പോഴത്തെ മട്ടും ഭാവവും അത്ര നല്ലതല്ല. പഴയ ആളെയല്ല. എടാ മോനെ, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാ. നമ്മളിപ്പോ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അളിയനെ ഇവിടുന്ന് മാറ്റി നിർത്തുകയും വേണം. അവൾ എങ്ങനെയാ വരുന്നതെന്ന് ആദ്യം ഒന്ന് അറിയണം. തനിച്ചാണെങ്കിൽ അളിയൻ പറഞ്ഞതാവും സത്യം. പിന്നെ അവൾ ഈ വീട് വിട്ടു പോവില്ല. നമ്മളിവിടെ ഉണ്ടെങ്കിൽ അനിയൻ വിളിച്ച് അവളോട് വിവരം പറയും. നാളത്തെ കല്യാണത്തിന് അളിയനെയും കൂട്ടി നമ്മളെല്ലാവരും പോകുന്നതായിട്ട് ഭാവിക്കും. പിന്നെയെല്ലാം അവളുടെ വരവ് പോലെ. അവരെ വിളിച്ചേ പറ്റൂ പ്രഭേ. വിളിക്കണം. അടുത്തേ പിന്നെ ജയമോഹൻ ആൻഡ് ഫാമിലി. എടോ, ഇതിപ്പം എൻഗേജ്മെന്റ് ഇത്രയും പേരെ വിളിക്കണോ? കല്യാണം പോലെ ആവില്ലേ? പ്രഭ എന്തിനാ അതിന് ടെൻഷൻ ആവുന്നത്? എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ചെക്കൻ കൂട്ടനല്ലേ? ഓ, അത് സത്യമാണല്ലോ. പിന്നെന്താ? അതെ. എന്താ എന്താ അമ്മോ? സുരഭി സിസ്റ്ററിനെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. സിസ്റ്ററിന് നല്ല സുഖമില്ല. അമ്മൂനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ നേഴ്സല്ലേ? അതെ. അവക്കെന്താ അസുഖം? അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണോ? അതെ, ആശുപത്രിയിൽ കിടക്കുക. എങ്കി അമ്മ പോയി കാണണം. അമ്മൂന് രണ്ടാം ജന്മം തന്നത് ആ സിസ്റ്റർ അല്ലേ? നാളെ രാവിലെ ഞാൻ പൊക്കോട്ടെ? അതിനെന്താ? പിന്നെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങി വേണം പോകാൻ. അതിനുള്ള രൂപ ഞാൻ തരാം. നിക്ക്. പോകുന്നതൊക്കെ ശരി തന്നെ. നീ ആ വഴിക്കങ്ങ് പോയേക്കരുത്. ശ്രീകുട്ടി വന്ന് ചോദിക്കുന്നത് എന്നോടായിരിക്കും. അവൾ എവിടെ പോവാനാ കാഞ്ചനെ? അവൾ എവിടുന്നാ വന്നേന്ന് പ്രഭയ്ക്കറിയോ? അതെ, ശരിക്കും നീ പറഞ്ഞത് സത്യമാണോ? അതോ ശ്രീകുട്ടി പോയതിന്റെ പിന്നാലെ ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വല്ല അടവുമാണോ? അയ്യോ അല്ല. അമ്മു ചെല്ല്. പിന്നെ ശ്രീകുട്ടി ഒന്ന് വിളിച്ചു വിവരം പറയണം കേട്ടോ. ചേച്ചിയോട് ഇപ്പൊ തന്നെ പറയാം. എന്നെ കണ്ടിട്ടേ നാളെ പോകാവൂ. ശരി. അതെ, ഇതിനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അഡ്രസ് പോലും ഇല്ലാത്തൊരു പെണ്ണാ. ശരി, താൻ അടുത്ത ആളുടെ പേര് പറ.
ദൈവമേ, സുരഭി സിസ്റ്റർക്ക് ഒരാപത്തും വരുത്തരുതേ. കള്ളം പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണേ. മുത്തശ്ശിയെ കാണാൻ പോവാന്ന് പറയാത്തത് പേടിച്ചിട്ടാ. അമ്മിണി, ഒരു കാര്യം അറിയോ? ഇന്ന് നിന്റെ ലച്ചു വരുന്നുണ്ട്. സന്തോഷായോ? ഇതുവരെ അവർ ഇറങ്ങിയില്ലോ നന്ദൂട്ടാ. ഇപ്പൊ ഇറങ്ങും. വാ, വേഗം വാ. ഇപ്പോഴേ പോയാലേ സ്വീകരണത്തിന് മുമ്പ് അവിടെ എത്തും. നന്ദൂട്ടാ, നീ എന്താടാ വരാത്ത? ഞാൻ വരുന്നില്ല. കല്യാണമെന്ന് കേട്ടാ മുമ്പേ ചാടി ഇറങ്ങുന്നവനാ. ഇന്ന് എന്താടാ പറ്റിയേ? നീ അവനെ പിടിച്ചു നിർത്തിയാണോടാ കുഞ്ഞൂട്ടാ? ഞാൻ എന്തിനാ അവനെ പിടിച്ചു നിർത്തുന്നത്? അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ഞങ്ങളെല്ലാരും പോയിട്ട് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോന്ന് ആർക്കറിയാം? അളിയൻ വരുന്നുണ്ട്. ഇനി സംസാരമൊന്നും വേണ്ട. വാ, കാറിക്കരാം. ഈ ലക്ഷം അങ്ങ് വന്നാ മതിയായിരുന്നു. ചേട്ടാ നിർത്ത്. നന്ദുട്ടാ, നന്ദുട്ടാ, ലച്ചു മാത്രം വന്നല്ലോ. ചേട്ടൻ എവിടെ ലച്ചു? ലച്ചു മോളെ, കുഞ്ഞുട്ടേട്ടാ. ലച്ചു എവിടെയായിരുന്നു മോളെ? നീ എവിടെയായിരുന്നു? ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയോ? മുത്തശ്ശി നിന്നെ കാണാതെ കാത്ത് തളർന്നു കിടക്കുക. മോള് വാ. മുത്തശ്ശി, മോളെ, നീ വന്നോ? എന്റെ കുട്ടിയൊന്ന് കാണാതെ കണ്ണടക്കേണ്ടി വരുമെന്നാ ഞാൻ കരുതി. മുത്തശ്ശി അങ്ങനൊന്നും പറയല്ല. ഞാൻ വന്നില്ലേ മുത്തശ്ശി? എവിടെയായിരുന്നു മോളെ നീ? നീ അവനെ വിട്ട് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ ലച്ചു അളിയനെ വിട്ടു പോയെന്ന് പറ. ഞങ്ങളെ പോലെ ലച്ചു അളിയനെ വിഷമിപ്പിച്ചോ? അദ്ദേഹം മറ്റൊരു കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ ഒഴിഞ്ഞു കൊടുത്തതാ. ബാഗിൽ ഞാനൊരു ഫോൺ വെച്ച് തന്നല്ലേ. മോൾ എന്താ വിളിക്കാതിരുന്നേ? ആ ബാഗ് ആരോ മോഷ്ടിച്ചോണ്ട് പോയി. ഈശ്വരാ, മുത്തശ്ശി വിഷമിക്കണ്ട. ഞാനൊരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ളവരെല്ലാം സ്നേഹമുള്ളവരാ. അതുകൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. ആ ചേച്ചി എന്നെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്ന ആ വീട്ടിലെ ഒരംഗമാ ഞാൻ. ചേച്ചി ബാംഗ്ലൂർ പോയിരിക്കാം. അല്ലെങ്കിൽ എന്റെ കൂടെ വന്നേനെ. ഈ കേട്ടതൊക്കെ സത്യാണോ മോളെ? സത്യം മുത്തശ്ശി. ഞാൻ മുത്തശ്ശിയോട് കള്ളം പറയോ? കുഞ്ഞുട്ടേട്ടാ, ഇനി എന്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോവരുത്. എന്നെ രക്ഷിച്ച അദ്ദേഹം ഞാൻ കാരണം വിഷമിക്കരുത്. ഇനി ഞാൻ അളിയനെ കാണാൻ പോവില്ല മോളെ. ഇന്ന് നന്ദൂട്ടാ, ഇവിടെയുള്ളവർ ഒരു കല്യാണത്തിന് പോയിരിക്കുക. മോളൊന്നും കഴിച്ചില്ലല്ലോ. മുത്തശ്ശി ഒന്നും കഴിച്ചില്ല ലച്ചു. മുത്തശ്ശിക്ക് ഞാൻ ചോറെടുത്തോണ്ട് വരാം. മനസ്സ് ഇപ്പോഴാ മോനെ ഒന്ന് തണുത്തത്. ദേവി എന്റെ കുട്ടിയെ കാത്തു. ആ സുരേന്ദ്ര പറഞ്ഞോ.
നീ അവിടെ തന്നെ നിന്നോ. അവള് രക്ഷപ്പെട്ടു പോകരുത്. എന്തിനാ വണ്ടി നിർത്തിയത്? കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതല്ലേ നമ്മള്. കെട്ട് അവിടെയല്ല, കെട്ട് നടക്കാൻ പോകുന്നത് തച്ചിലിടത്താ. നരേന്ദ്രൻ തമ്പിയുടെ താലികെട്ട്. ലച്ചു ചോറെടുത്തപ്പോ മുത്തശ്ശി കഴിച്ചു. മുത്തശ്ശി നേരത്തിന് ഭക്ഷണം കഴിക്കണേ. മുത്തശ്ശിക്ക് ഇപ്പൊ സമാധാനായില്ലേ? ലച്ചു ഇതുവരെ കല്യാണ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ. എനിക്കിത് വേണം കുഞ്ഞുട്ടേട്ടാ. ഞാനത് ലച്ചുവിന്റെ ബാഗിൽ വെക്കാട്ടോ. മതി മോളെ, ഇനി മോക്ക് മുത്തശ്ശി വാരിത്തരാം. ആന്തവല്ലി, ഞങ്ങളെയൊക്കെ നാണം കെടുത്തിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? നീ എന്താടി കാണിച്ചത്? അമ്മേ വേണ്ട. അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? ചാവാൻ കിടന്ന തള്ള എഴുന്നേറ്റിരുന്ന് ചെലക്കുന്ന കണ്ടില്ലേടി? ശ്രീജേ, എടി ശ്രീജേ, എവിടെയാ അവള്? എടി ശ്രീജേ, ലച്ചു, നരേന്ദ്ര, ഇവിടെ അവളെ നിന്നോട് പുറത്ത് പോകാനാ പറഞ്ഞത്. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. പെണ്ണല്ലേ നീ? മാറിക്കണല്ലോ നരേന്ദ്ര, നീ ഇതെന്ത് ഭാവിച്ച? ഇവിടെ കൈ കിട്ടാൻ കാത്തിരുന്ന ഞാൻ. അളിയ ഒന്ന് അടങ്ങ്. എന്തിന് സമയമുണ്ട് അളിയ? അവള് തിരിച്ചു വന്നില്ലേ? ഒരുത്തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അത് കേൾക്കാൻ നരേന്ദ്രന് സമയമില്ല. എന്താ എന്താ മോളെ ഇത്? കേൾക്കാൻ പറയാ. എന്തോന്ന്? കെട്ടിച്ചു വിട്ടവൻ ഉപേക്ഷിച്ച് വന്നതാ ഇവള്. ഇവളെ കഴുത്തിൽ ഞാൻ താലി വാങ്ങാ. മുത്തശ്ശിയെ കാണാനാ ചന്ദ്രേട്ടാ ലച്ചു വന്നത്. അവളെ നിർബന്ധിച്ച് താലി കെട്ടാൻ പോവാ. നിങ്ങൾ ആരും ഇതിന് കൂട്ടു നിൽക്കരുത്. ഒരുത്തൻ താലി കെട്ടിയ പെണ്ണിനെ വീണ്ടും നീ എങ്ങനെയാ താലി കെട്ടുന്നത്? അടങ്ങി നിൽക്കണ അവിടെ. പറ്റോ മോളെ? എന്താടോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? 7 മണി കഴിഞ്ഞിട്ടും ആ പെണ്ണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ വന്നില്ലേ? അവളെ കടന്നു കളഞ്ഞു. ഫോൺ വിളിച്ചിട്ട് പ്രതികരണമില്ല. നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ആരോടൊന്ന് ചോദിക്ക. അവളെ കൊണ്ടുവന്ന ശ്രീകുട്ടിക്ക് പോലും അവളുടെ വിലാസം അറിയില്ല. ദേ, നാളെ അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ വേണം സമാധാനം പറയാൻ. അവരുടെ പിടിവാശിക്ക് മുന്നിൽ നിന്നു കൊടുത്തപ്പോ
പ്രഭ എന്റെ ഒരു വാക്ക് വിശ്വസിച്ചോ? ഹോസ്പിറ്റലിലേക്കല്ലേ അവള് പോയത്. ആ സിസ്റ്ററെ വിളിച്ച് ചോദിക്കാം. ശ്രീകുട്ടിയെ വിളിച്ച നമ്പർ കിട്ടും. ദേ, ഞാൻ ഇതുവരെ വിളിച്ച് ശ്രീകുട്ടിയോട് ഈ വിവരം പറഞ്ഞിട്ടില്ലേ. കുറച്ചു മുമ്പ് അവൾ എന്നെ വിളിച്ചപ്പം അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ബാത്റൂമിലാണെന്നാ ഞാൻ പറഞ്ഞത്. പ്രഭ വരട്ടെ എന്ന് കരുതിയ ഞാനങ്ങനെ പറഞ്ഞത്. അവൾ ഇത് അറിയണ്ട. അത് പ്രഭ തന്നെ വിളിച്ച് പറ. ഇതൊരു തലവേദന ആയല്ലോ. ആ പെണ്ണിനെ കൊണ്ടുള്ള തലവേദന വരാൻ പോകുന്നതേ ഉള്ളൂ. ഞാനേ ആദ്യം നോക്കിയത് അവൾ ഇവിടുന്ന് വല്ല അടിച്ചോണ്ട് പോയെന്നാ. ഭാഗ്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെ, അവള് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ കഴുത്തിൽ ഒരു താലിയും കെട്ടിക്കൊണ്ട് നടക്കുന്നത്. താൻ വെറുതെ എനിക്ക് ടെൻഷൻ തരല്ലേ. അല്പം നേരം കൂടെ നോക്കാം. ഓ, ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. സഞ്ജു, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ. സഞ്ജുവിന് സമ്മാനിക്കേണ്ടത് അത്രയും വില പിടിച്ചതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദൈവം നമ്മൾ ഒന്നിപ്പിച്ചതാ. നമ്മൾ വീട്ടുകാരെ പേടിച്ചപ്പോ അവര് മറ്റൊരു വഴിക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു തമാശ അത്. എനിക്കത് തമാശയല്ല സഞ്ജു. സഞ്ജുവിനെ സ്വന്തമാക്കാൻ അച്ഛനും അമ്മയും വേണ്ടാന്ന് വെക്കാൻ തയ്യാറായ പെണ്ണാ ഞാൻ. ഈ ഭൂമിയിൽ എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ സഞ്ജുവിന് കൂട്ടായി ഞാൻ തന്നെ ഉണ്ടാവണമെന്ന പ്രാർത്ഥന എനിക്ക്. ഒരു പെണ്ണിന് സഞ്ജുവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ മരണത്തിന് തുല്യമായിരിക്കും അത്. സ്വാതി, ഒരു എമർജൻസി കോൾ വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. അവള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിന് നീ എന്തിനാ എന്നോട് കിടന്ന് ചാടുന്നത്? മോശം. പ്രഭേ, ഈ രാത്രി ഹോസ്പിറ്റലിൽ പോയി ആ സിസ്റ്ററെ കാണാനാണോ പ്രഭയുടെ തീരുമാനം? അല്ലാതെ എന്ത് ചെയ്യാനാ? അവൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ശ്രീകുട്ടിയോട് വിവരം പറയാം. നിക്കേ. നിക്കടി അവിടെ. ഈ നേരം അത്ര നീ എവിടെ ആയിരുന്നടി? ആരുടെ കൂടെയാടി നീ പോയത്? പറയടി. ദേ, ഹോസ്പിറ്റലിലെ പേരാ നീ പറയാൻ പോകുന്നതെങ്കിൽ നിന്റെ കവളി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞങ്ങൾ അവിടെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അമ്മു ശരിക്കും എവിടെ പോയതാ? ദേ, ഇവളോട് ഇങ്ങനല്ല ചോദിക്കേണ്ടത് പ്രഭേ. താനൊന്നും മിണ്ടാതെ നിക്കേ. സത്യം എന്താണെന്ന് അമ്മ പറ. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാൻ പോയതാ. നീ അവിടെ നിക്ക്. കേട്ടില്ലേ? പച്ചക്കള്ളം ഇവളിവിടുന്ന് പറഞ്ഞിറങ്ങിയത്. ആരും ഇല്ലാത്തവളാണെന്നല്ലേടി നീ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് ഒരു മുത്തശ്ശിയെ? അത് എന്നെ എടുത്ത് വളർത്തിയ മുത്തശ്ശി വയ്യാണ്ട് കിടക്കാന്നറിഞ്ഞപ്പോ ഒന്ന് കാണാൻ പോയതാ. അമ്മു എന്താ അത് പറയാതെ കള്ളം പറഞ്ഞത്? അത്രയും ദൂരത്തേക്ക് എന്നെ വിടില്ലെന്ന് പേടിച്ചിട്ടാ. അമ്മുവിന് മുത്തശ്ശിയുള്ള കാര്യം ശ്രീകുട്ടിക്ക് അറിയാമോ? ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ, ഇനി നിന്റെ നാവിൽ നിന്ന് കള്ളം പുറത്തു വരരുത്. ചെല്ല്. ആദ്യം ചെന്ന് ശ്രീകുട്ടിയെ വിളിച്ച് നീ വന്ന വിവരം പറ. കേറി പൊടി അകത്ത്. പാവം, പേടിച്ചിട്ട് അവള് കള്ളം പറഞ്ഞത്. ദേ, എന്ത് തന്നെ ആയാലും കള്ളത്തരം പറയുന്നത് ആരായാലും പ്രഭേ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. സഞ്ജു,
എന്ന് തുടങ്ങിയടാ ഈ ശീലം? ഇതുവരെ ശീലിച്ചിട്ടില്ലടാ. പക്ഷെ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലടാ. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ സ്വാതിയെ ഞാൻ ചതച്ചടാ. സഞ്ജു, എന്താടാ എന്നോട് നീ പറ. നിന്റെ കൂടെ ഞാൻ ഉണ്ടടാ. എടാ, എനിക്ക് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. എടാ, നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടടാ. നീ പറയടാ.